ഈ മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്യുന്ന എല്ലാ ദൈവമക്കൾക്കും ക്രിസ്തുവിൽ എന്റെ വന്ദനത്തെ അറിയിക്കുകയാണ്. इस मीटिंग में जुड़े हुए सभी लोगों को मसीह में मेरा प्रेम वंदना। പിന്നെയും ദൈവ സാന്നിധ്യത്തിൽ ദൈവകൃപയിൽ ശക്തിപ്പെടുക. फिर से परमेश्वर के हालेलुया असीम सामर्थ में परमेश्वर की उपस्थिति में बलवंत होते जाएं। ഈ ദിവസങ്ങൾ അധികം ദൈവ സാന്നിധ്യത്താൽ നിറയപ്പെട്ടൊരു ജീവിതത്തിന് വേണ്ടി നമുക്ക് സമർപ്പിക്കപ്പെടാം. इन दिनों में परमेश्वर की महान उपस्थिति से भरे हुए एक अच्छे जीवन के लिए हम अपने आप को समर्पित करेंगे। എപ്പോഴും ദൈവ സാന്നിധ്യം നമുക്ക് വേണ്ടി ആക്റ്റീവായി നിൽക്കുന്ന, പ്രവർത്തിക്കുവാൻ എപ്പോഴും തയ്യാറായി നിൽക്കുന്ന ഒരു ദൈവ സാന്നിധ്യത്തെ കാണുക. और हमेशा हमारे लिए अद्भुत कामों को करने लायक परमेश्वर की उस महान उपस्थिति को हम आत्मा में देखें। ഒരിക്കലും ദൈവ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ സൈലന്റ് ആയിരിക്കരുത്. परमेश्वर की उपस्थिति हमारे जीवन में कभी भी चुप ना रहे, शांत ना रहे। സ്വന്തം ലൈഫിൽ തിരിച്ചറിയുക എപ്പോഴും പ്രവർത്തിക്കുന്ന പരിശുദ്ധാത്മാവിനെ കുറിച്ച്. हम अपने जीवन में हर पल हर घड़ी इस अद्भुत करने वाले पवित्र आत्मा की उपस्थिति को अनुभव करते रहे। അതിന് ദൈവവുമായി അഭേദ്യമായ ഒരു ബന്ധം നമുക്ക് ആവശ്യമാണ്. उसके लिए परमेश्वर के साथ एक अटूट संबंध हमारा होना जरूरी है। ഈ മീറ്റിംഗിന്റെ ഉദ്ദേശം കൂടുതൽ ദൈവ സാന്നിധ്യത്തിൽ നിന്ന് ദൈവത്തോട് അടുക്കുക എന്നുള്ളതാണ്. और इन सुबह की प्रार्थनाओं से भी हम यही चाहते हैं कि परमेश्वर की उपस्थिति के हम और निकट आने पाए। പരിശുദ്ധാത്മാവ് ഇന്ന് പകലും കൂടെ സംസാരിക്കാൻ പോവുകയാണ്. पवित्र आत्मा आज सुबह आप लोगों से बात करने जा रहा है। വളരെ പ്രാർത്ഥനയോടെ നാം കർത്താവിന്റെ സന്നിധിയിലായിരിക്കും. बड़े प्रार्थना के साथ हम प्रभु की उपस्थिति में बने रहें। ഉൽപ്പത്തി പുസ്തകം 42-ാം അധ്യായം അതിന്റെ 1-ാം വാക്യം. उत्पत्ति का पुस्तक 2 अध्याय उसका पहला पद। അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത്. वचन इस प्रकार हम पढ़ते हैं। യാക്കോബ് തന്റെ വഴിക്ക് പോയി. और वचन कहता है कि याकूब अपने मार्ग में गया। ഒരു വർഷം തീരാൻ പോവുകയാണ് നമ്മുടെ മുമ്പിൽ. हमारे सामने भी 1 साल समाप्त होने पर है। നമ്മുടെ മുമ്പിൽ ഓരോ വഴികളുണ്ട്. हमारे हालेलुया सामने भी एक एक मार्ग है प्रियो। ആ വഴികളിലേക്ക് തിരിയേണ്ടുന്ന സമയമായിരിക്കുകയാണ്. और हमें उन मार्गों में मुड़ने का समय आ चुका है। യാക്കോബിനെ കുറിച്ചാണ് 32-ാം അധ്യായം നമ്മെ പഠിപ്പിക്കുന്നത്. और 32वां अध्याय हमें याकूब के बारे में सिखाता है। ഒരു പ്രത്യേക ഏരിയയിൽ ചില വർഷങ്ങളായി അദ്ദേഹമായിരുന്നു. और वो कुछ समय तक अपने एक मार्ग पर थे। പക്ഷേ അവിടെ നിന്നെല്ലാം ഡൈവർട്ടായി ഒരു പ്രത്യേക വഴിയിലേക്ക് താൻ തിരിയുന്നതായി 32-ാം അധ്യായം നമ്മെ പഠിപ്പിക്കുന്നു. यह उत्पत्ति का पुस्तक 32वां अध्याय उसका पहला पद हमें यही बताता है कि याकूब जो है अपने मार्ग में हो लिया। ഒരു പ്രഭാതത്തിൽ വിശ്വസിക്കുന്ന ശുശ്രൂഷകളുടെ ജീവിതത്തിന്റെ വഴിത്തിരിവുകളുടെ നിമിഷങ്ങളാക്കി കർത്താവ് മാറ്റാൻ പോകുകയാണ്. और आज सुबह कितने लोग विश्वास करते हैं कि यह समय परमेश्वर आपके जीवन में भी एक नया मोड़, एक नया मार्ग परमेश्वर आपके जीवन में दिखाने जा रहा है। ബൈബിൾ പറയുന്നു യാക്കോബ് തന്റെ വഴിക്ക് പോയെന്നാണ് ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നത്. वचन इस प्रकार कहता है कि याकूब ने भी अपना मार्ग ले लिया। ഈ ദിവസങ്ങളിൽ വിശ്വസിക്കുക, നിങ്ങളുടെ ജീവിതത്തിന്റെ വഴിത്തിരിവുകൾ സംഭവിക്കാൻ പോകുകയാണ്. इन दिनों में आप लोग विश्वास करें प्रियो, परमेश्वर आपके जीवन में भी एक बड़ा मोड़ देने जा रहा है। നമുക്കറിയാം നമ്മുടെ വീട്ടിൽ വളർത്തുന്ന കോഴി. और हम जानते हैं हमारे घर में जिस मुर्गी का पालन हम करते हैं, അത് മുട്ടയിട്ടതിന് ശേഷം ചില ദിവസങ്ങൾ അതിന്റെ മുകളിൽ അടയിരിക്കാറുണ്ട്. और मुर्गी अंडा देने के बाद कुछ दिन तक उसके ऊपर बैठी रहती है। ആ സമയത്ത് അധികം അത് ഭക്ഷണം കഴിക്കാനും മറ്റൊന്നും വെളിയിൽ പോകാറില്ല, അതിന്റെ മുകളിൽ തന്നെ അടയിരിക്കും. और कुछ समय तक, कुछ दिनों तक इस प्रकार वो मुर्गी ज्यादा खाने के लिए पीने के लिए बाहर नहीं जाती, वो उसी अंडे के ऊपर बैठी रहती है। ആ പ്രത്യേക സമയത്ത് അങ്ങനെ ഒരു പ്രകൃതി, അങ്ങനെ ഒരു രീതിയാണ് ദൈവം ആ പക്ഷിക്ക് കൊടുത്തിരിക്കുന്നത്. और उस पक्षी के जीवन में परमेश्वर ने ऐसी एक प्रकृति, ऐसा एक समय उसके लिए रखा है। ശേഷം ആ മുട്ടയെല്ലാം വിരിഞ്ഞ് കുഞ്ഞുങ്ങൾ വെളിയിൽ വരുമ്പോൾ और कुछ दिनों के बाद उस अंडे में से जब बच्चे बाहर निकलते हैं, വളരെ ശ്രദ്ധയോടുകൂടി കുഞ്ഞുങ്ങളെ അത് പരിപാലിക്കുന്നതായി നാം കണ്ടിട്ടുണ്ട്. वो मुर्गी जो है अपने बच्चों को बहुत ही ध्यान पूर्वक उनको संभालते हुए हम देख सकते हैं। കാക്കയുടെയും പരുന്തിന്റെയും ഒക്കെ കൈകളിൽ പോകാതെ ചിറകുകൾ കൊണ്ട് അതിനെ സംരക്ഷിക്കും. और कौवे चीलों के हाथ से बचाने के लिए अपने पंखों तले उस मुर्गी अपने बच्चों को सुरक्षित रखते हुए देख सकते हैं। കണ്ണുകൾ എപ്പോഴും ആ കുഞ്ഞുങ്ങൾക്ക് മേലിലായിരിക്കും. और उस मुर्गी की आंखें हमेशा, उनकी नजर उस बच्चों पर रहती है। അതിനെ വളരെ തത്രപ്പാടുപെട്ടാണ് ആ കോഴി വളർത്തിയെടുക്കുന്നത്. और उन बच्चों को बहुत ही मुश्किलों का सामना करके अपने बच्चों का पालन पोषण करती है। എന്നാൽ അത് കുഞ്ഞ് വളർന്നു കഴിഞ്ഞ് കുറെ കാലങ്ങൾ കഴിയുമ്പോൾ बच्चे बढ़ने के काफी समय के बाद അതിനെ വിരിയിച്ച തീറ്റ കൊടുത്ത തള്ള തന്നെ അതിനെ കൊത്തി ഓടിക്കാറുണ്ട്. और जिस माँ ने उस बच्चे को जन्म दिया और उस बच्चे का पालन पोषण किया, हम फिर देखते हैं कि उस बच्चे को हालेलुया मार के वो काफी दूर भगा देती है।
പിന്നെയും കോഴിക്കുഞ്ഞ് തള്ളയുടെ ചിറകിനടിയിലേക്ക് വരുമ്പോൾ അതിനെ കുത്തി ഓടിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. मगर वो बच्चे जो छोटे मुर्गी के बच्चे जो होते हैं वापस अपनी माँ के पास जब आते हैं, मगर ये माँ उन्हें भगा देती है वहां से, തള്ളയ്ക്ക് മനസ്സിലായത് സ്വയമായി ജീവിക്കുവാൻ പ്രാപ്തി അതിനുണ്ടായിരിക്കുന്നു. क्योंकि माँ समझ गई है कि अब मेरे बच्चों को अकेले रहने की हालेलुया वो शिक्षा देना है. പരുന്തിന്റെയും കാക്കയുടെയും കൈകളിൽ നിന്നൊക്കെ രക്ഷ പ്രാപിക്കുന്ന ഒരു തലത്തിലേക്ക് അത് വളർന്നിരിക്കുകയാണ്. देखो कौवे के और चीलों के हाथ से बचने के लिए वो अपने आप में स्वयं पर्याप्त हो चुके हैं, बड़े हो चुके हैं. അതുകൊണ്ട് ആ കുഞ്ഞ് അതിന്റെ സ്വന്തം ജീവിതത്തിലേക്ക് തിരിയാൻ വേണ്ടി തള്ള അതിനെ കൊത്താറുണ്ട്. इसलिए वो बच्चे अपने जीवन की और अपने मार्ग में मुड़ जाने के लिए वो माँ उसको हालेलुया मारते हुए हम देख सकते हैं. അങ്ങനെ സംഭവിച്ചെങ്കിൽ മാത്രമേ അതിന് സ്വതന്ത്രമായി വളരുന്ന മറ്റൊരു പക്ഷിയായി മാറുവാൻ കഴിയുകയുള്ളൂ. अगर इस प्रकार वो माँ जब करती है तभी वो बच्चे जो है आगे को हालेलुया एक आजाद पक्षी के समान वो आज जी सकते हैं. നിങ്ങൾ വിശ്വസിക്കുക, ഈ ഉള്ള കാലമൊക്കെയും ഒരുപക്ഷെ ഒരു പ്രത്യേക ദിശയിൽ പ്രത്യേക അന്തരീക്ഷത്തിലൊക്കെ നിങ്ങൾ ഒതുങ്ങിക്കൂടി നിൽക്കുന്ന വ്യക്തിയായിരിക്കാം. और आप हालेलुया इस बात को जाने हो सकता है कि आप भी अपने जीवन में इन दिनों में काफी सीमित अनुभव में जी रहे होंगे, നിങ്ങൾ നിങ്ങളുടെ വഴികളിലേക്ക് തിരിയുവാൻ സമയമായിരിക്കും. मगर आप लोगों का समय आ चुका है जब आपको अपने मार्ग पर मुड़ना है. ഒരുപക്ഷെ ഒരു ദൈവിക ശുശ്രൂഷകളിലായിരിക്കാം. हो सकता है कि परमेश्वर की सेवकाइयों में हो, നിങ്ങൾ നിങ്ങളുടെ ശുശ്രൂഷയുടെ വഴിത്താരകളിലേക്ക് നിങ്ങൾ തിരിയുവാൻ സമയമായിരിക്കും. आपको अपनी सेवकाई के उस मार्ग को लेने का समय आ चुका है. നിങ്ങൾ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ദൈവിക ദൗത്യങ്ങളുടെ വഴിത്തിരിവുകൾ സംഭവിക്കുവാൻ പോകുകയാണ്. परमेश्वर के द्वारा सौंपी हुई इन जिम्मेदारियों को अपने ऊपर लेने का समय आ चुका है. അത് ഈ വർഷത്തിന്റെ എൻഡിൽ നിന്നുകൊണ്ട് ഞാൻ ആത്മാവിൽ പ്രവചിക്കുന്നു, നിങ്ങളുടെ ജീവിതത്തിന്റെ വഴിത്തിരിവുകൾ സംഭവിക്കുവാൻ പോകുന്നു. इस साल के इन आखिरी दिनों में आकर मैं भविष्यवाणी में इस प्रकार कहना चाहता हूं कि परमेश्वर आपके जीवन के उस मोड़ को, नए मार्ग को परमेश्वर आपके सामने प्रकट करने जा रहा है. രണ്ടാം അധ്യായത്തിൽ യാക്കോബ് തന്റെ വഴിക്ക് തിരിഞ്ഞ അധ്യായമായിരുന്നു. और 32वें अध्याय में हम देखते हैं याकूब अपने मार्ग में हालेलुया मुड़ गया था. നിങ്ങൾക്കൊരു ഫാമിലി ഉണ്ട്. നിങ്ങൾ വ്യത്യസ്തമായിരിക്കുന്ന വഴിത്തിരിവുകളിലേക്ക് ഇനിയുള്ള കാലങ്ങൾ യാത്ര ചെയ്യുവാൻ പോകുകയാണ്. आपका परिवार हो सकता है, आप लोग साथ में आपके नए दिशा की ओर आपकी यात्रा शुरू होने जा रही है. എന്നെ കേൾക്കുന്ന യൗവനക്കാരെ, നിങ്ങൾ നിങ്ങളുടെ ഭാവിയുമായുള്ള ബന്ധത്തിൽ, ജോലി സാധ്യതകളുമായുള്ള ബന്ധത്തിൽ പ്രത്യേക വഴിത്തിരിവുകൾ നിങ്ങൾക്ക് സംഭവിക്കുവാൻ പോകുകയാണ്. नौजवान लोग यदि मुझे सुन रहे हैं, परमेश्वर की आत्मा कह रही है कि आप अपने जीवन के हालेलुया नौकरी के विषय होगा, भविष्य का विषय होगा, परमेश्वर एक नया मोड़ आपके जीवन में देने जा रहा है. കർത്താവ് ഈ പ്രഭാതത്തിൽ പറയുന്നു, യാക്കോബ് തന്റെ വഴിയിലേക്ക് പോയതുപോലെ വ്യത്യസ്തമായിരിക്കുന്ന ദൈവപ്രവൃത്തികൾക്ക് വേണ്ടി നിങ്ങളുടെ ജീവിതത്തിന്റെ വഴിത്താരകളെ സ്വർഗം തുറക്കാൻ പോകുകയാണ്. जिस प्रकार इस 32वें अध्याय के पहले पद में लिखा है कि याकूब जिस प्रकार अपने मार्ग में हो लिया, वैसे ही आपके जीवन के नए आशीषों के लिए, छुटकारे के लिए नया मोड़, नया मार्ग परमेश्वर आपके सामने तैयार कर रहा है. അടുത്ത വർഷം ഈ വർഷം തുടർന്നതുപോലെയല്ല, ഒരു വ്യത്യസ്തമായിരിക്കുന്ന ജീവിത ശൈലിയിലേക്ക്, അഭിഷേകത്തിലേക്ക്, മിനിസ്ട്രിയിലേക്ക് ദൈവം നിങ്ങളെ ഡൈവേർട്ട് ചെയ്യാൻ പോകുകയാണ്. और अगला साल हालेलुया इस बीते हुए साल के समान नहीं होगा, मगर नए अभिषेक की और नए सेवकाई की और नई आशीषों की और परमेश्वर आपको डाइवर्ट करने जा रहा है. ഒരു വ്യത്യസ്തത ദൈവത്താൽ നിന്റെ ജീവിതത്തിൽ സംഭവിക്കുവാൻ പോകുകയാണ്. परमेश्वर की ओर से एक बदलाव आपके जीवन में जरूर होने जा रहा है. ഇന്നും ജീവിതകാലം മുഴുവനും ഒരു ശൈലിയിൽ, ഒരു രീതിയിൽ തുടരുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നില്ല. जीवन भर एक ही शैली में, एक ही रीति में अपना जीवन गुजारना परमेश्वर नहीं चाहते हैं. യാക്കോബ് തന്റെ വഴിക്ക് പോയതുപോലെ ദൈവത്താൽ ഒരു ദൈവപ്രവർത്തനം നിന്റെ ജീവിതത്തിൽ സംഭവിക്കട്ടെ. याकूब ने जिस प्रकार अपना मार्ग लिया, वैसे ही परमेश्वर की ओर से आपके जीवन में भी एक मार्ग तैयार होगा. നമ്മൾക്കറിയാം യാക്കോബിനെ കുറിച്ച്. हम याकूब के बारे में जानते हैं. അപ്പന്റെ കൈകളിൽ നിന്ന് അനുഗ്രഹം മേടിച്ച് അമ്മാവന്റെ വീട്ടിലേക്ക് വന്നു കയറിയ മനുഷ്യനാണ് യാക്കോബ്. और अपने पिता के हाथ से आशीषों को लेकर अपने मामा के घर में पहुंचा हुआ व्यक्ति है याकूब. 20 വർഷങ്ങൾ ഏകദേശം ആ നാട്ടിൽ താൻ ഉണ്ടായിരുന്നു. 20 साल लगभग वो व्यक्ति वहां पर उस देश में थे. അവിടെ താൻ വിവാഹമെല്ലാം കഴിച്ചു. वहां से उन्होंने शादी की. ലാബാൻ എന്ന് പറയുന്ന ആ വ്യക്തി തന്റെ അമ്മാവിയപ്പനായിരുന്നു. और लाभान नाम का वो व्यक्ति उनका ससुर था. ദീർഘവർഷങ്ങൾ താൻ ആ നാട്ടിൽ വേല ചെയ്തു. काफी साल उन्होंने उस देश में मेहनत किया. പക്ഷെ അപ്പോഴൊക്കെയും ആ അമ്മാവിയപ്പൻ തന്നെ ചതിച്ചുകൊണ്ടിരുന്നു എന്ന് ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു. बाइबल हमें सिखाती है कि उसका ससुर याकूब का ससुर उसको धोखा ही देता रहा. പകൽ വെയിൽ കൊണ്ടും രാത്രി ശീതങ്ങളാലും ഉറക്കമില്ലാത്ത രാത്രികൾ തന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. दिन रात मेहनत करके, धूप हालेलुया सब कुछ सहकर, उनकी रात में काफी कष्टों को सहने वाले अनुभव याकूब के जीवन में थे. ഒന്നും തനിക്ക് സ്വന്തമാക്കുവാനോ ശേഖരിച്ചു വെക്കുവാനോ കഴിഞ്ഞില്ല. काफी मेहनत करने के बावजूद भी ना तो वो खुद कुछ कमा पाया, ना कोई आशीषें पा पाई.
അനുഗ്രഹത്തിന്റെ കരം തന്റെ മേൽ വീണതാണ്, ദൈവത്തിന്റെ വാഗ്ദത്തം തന്റെ മേലുള്ളതാണ്. പക്ഷേ വ്യക്തിപരമായ ജീവിതത്തിലേക്ക് കണ്ണു തുറന്നു നോക്കിയാൽ ഒന്നും യാക്കോബിനില്ല. देखो हालेलुया, आशीषों का हाथ याकूब के ऊपर आया है, परमेश्वर के वायदाओं को उसने पाया है, उसके बावजूद भी जब वो अपने जीवन में देखते हैं तो कोई आशीष उसने अब तक पाया नहीं है। തന്നെ അലട്ടിക്കൊണ്ടൊരു ചിന്തയുണ്ട്, താനൊന്നും ഒരു ശൂന്യനായിരുന്നു. और उसके मन में हमेशा ये बात रहती थी और परेशान उसको करती रहती थी कि तो आज तक आशीषों को नहीं पाया है। തന്റെ പച്ചയായ ജീവിതത്തിലേക്ക് താൻ നോക്കിക്കഴിഞ്ഞാൽ ശരിയാണ്, തനിക്ക് സ്വന്തമെന്ന് പറയുവാനൊന്നുമില്ല. देखो जब याकूब अपने जीवन की ओर मुड़कर देखते हैं तो बिल्कुल सही बात है, अपना कहने के लिए उसके पास अब तक कुछ भी नहीं है। ഒരു മനുഷ്യൻ തന്നെ ദീർഘവർഷങ്ങളായി ചതിച്ചുകൊണ്ടിരിക്കുകയാണ്. एक व्यक्ति है जो उसको काफी सालों से उसको धोखा दे रहा है। ഒന്നും രണ്ടു പ്രാവശ്യമല്ല, 10 പ്രാവശ്യം അവന് ലഭ്യമാകേണ്ട നന്മകളൊക്കെയും ആ മനുഷ്യൻ കവർന്നെടുത്തു. एक या दो बार नहीं मगर पूरे 10 बार हालेलुया जिन आशीषों को याकूब को पाना था, मगर उसके ससुर ने उन आशीषों को छीन लिया। ദൈവം പറയുന്ന ഒരു വേടുണ്ട്, ലാബാൻ നിന്നോട് ചെയ്യുന്നതൊക്കെയും ഞാൻ കണ്ടുകൊണ്ടിരുന്നു. मगर परमेश्वर याकूब से इस प्रकार कहते हैं कि लाबान ने जो तेरे विरुद्ध किया है वो सब कुछ मैं देख रहा था। എന്നാൽ ഒരു കാലഘട്ടം കഴിഞ്ഞപ്പോൾ, ഒരു സമയം കഴിഞ്ഞപ്പോൾ ദൈവം യാക്കോബിനെ അനുഗ്രഹിപ്പാൻ തീരുമാനിച്ചു. देखो ऐसा एक समय जब पूरा हुआ, उस समय परमेश्वर ने याकूब को आशीषित किया। യാക്കോബിന്റെ ജോലി ആട്ടിടയനായിരുന്നു, ലാബാന്റെ ആടുകളെ നോക്കുന്ന ജോലിയായിരുന്നു. याकूब हालेलुया लाबान के भेड़ बकरियों को चराता था। ആടുകളെ രണ്ട് കൂട്ടമായി തിരിച്ചിട്ട് പറഞ്ഞു, പുള്ളിയും മറുകുമുള്ളത് യാക്കോബിനും, അല്ലാതെ പിറക്കുന്നതൊക്കെയും ലാബാനും എന്നൊരു നിയമം ഉറച്ചു. हालेलुया, और इन्होंने इस प्रकार एक नियम निकाला कि उन भेड़ बकरियों में जिसके हालेलुया धब्बे और दाग लगे हो वो याकूब का होगा, और बाकी जितने भेड़ बकरियां होंगी वो सब कुछ लाबान का होगा। പിന്നീട് പിറന്നതൊക്കെയും ബലമുള്ളതൊക്കെയും പുള്ളിയും മറുകുമുള്ളതായിരുന്നു. और जितने बलवान और बलवंत और सामर्थी और अच्छे भेड़ बकरियां जो जन्मे थे उसमें दाग और धब्बे लगे हुए थे। ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് അവൻ സമ്പന്നനായി മാറുവാൻ തുടങ്ങി. वचन कहता है कि बहुत ही कम समय में याकूब जो है काफी धनी बन गया। ലാബാൻ ഒന്നും ചെയ്യുവാൻ പ്രവർത്തിക്കുവാൻ കഴിയാത്ത മേഖലയിൽ കയറി ദൈവം പ്രവർത്തിക്കുവാൻ തുടങ്ങി. देखो लाबान अब कुछ भी नहीं कर सका, इस प्रकार परमेश्वर ने याकूब के लिए अद्भुत कामों को किया। അത് ബലമുള്ളതെല്ലാം പുള്ളിയും മറുകുമുള്ള ആട്ടിൻകുട്ടികളായിരുന്നു. देखो जितने हालेलुया अच्छे भेड़ बकरियां वहां पर थे उन सब में हालेलुया वो दाग और धब्बे लगे हुए थे। അതെല്ലാം യാക്കോബിന് സ്വന്തമായി. वो सब कुछ अब याकूब का अपना हो गया। ഇനി ജീവിതത്തിൽ സംഭവിക്കുന്നതെന്ന് ദൈവം തീരുമാനിക്കട്ടെ. अब याकूब परमेश्वर ही तय करे कि उनके जीवन में अब क्या होना है। നിന്നെ ചതിക്കുന്ന തകർക്കുന്നവരുടെ മധ്യത്തിൽ ദൈവം നിന്നെ ഉയർത്താൻ പോകുകയാണ്. तुझे हालेलुया नाश करने वाले, तेरे विरुद्ध बोलने वाले लोगों के बीच में परमेश्वर आपको ऊंचा करने जा रहा है। ആർക്കും ഒന്നും പ്രവർത്തിക്കുവാൻ കഴിയാത്ത മേഖലയിൽ കയറി സ്വർഗത്തിലെ ദൈവം പ്രവർത്തിക്കും. देखो कोई भी आपके विरुद्ध अब और कुछ नहीं कर पाएगा, इस प्रकार मेरा परमेश्वर आपके जीवन में अद्भुत करने जा रहा है। വർഷങ്ങൾ നേടിയെടുക്കുവാൻ കഴിയാത്ത ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട്, മാസങ്ങൾ കൊണ്ട് അവൻ അനുഗ്രഹിക്കപ്പെട്ടു. देखो काफी सालों से जिन आशीषों को वो नहीं पा रहा था, मगर अब केवल कुछ ही दिनों के अंदर याकूब ने उन आशीषों को पा लिया। ഒരിക്കൽ അവൻ വയലിൽ നിന്ന് വരുമ്പോൾ एक दिन जब वो खेत से वापस आ रहा था, താൻ ഒരു തീരുമാനമെടുത്തു, ഞാൻ 20 വർഷങ്ങൾക്ക് മുമ്പ് ഇട്ടിട്ട് പോകുന്ന എന്റെ സ്വന്തം നാട്ടിലേക്ക് ഞാൻ തിരിച്ചു പോകുകയാണ്. देखो 20 साल पहले जो मैं अपना घर बार छोड़कर आया था उस देश की ओर मैं वापस जाऊंगा। തനിക്ക് ആടുമാടുകളും ദാസികളും കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായിരുന്നു. अब उसके पास काफी भेड़ बकरियां, हालेलुया दास दासी पत्नियां सब कुछ हो चुका था। അതൊക്കെയുമായി യാക്കോബ് യാത്ര പുറപ്പെട്ടു. याकूब उन सबको अपने साथ लिए हुए यात्रा कर रहे हैं। സമയത്ത് ലാബാൻ അമ്മാവിയപ്പൻ അവിടെ ഇല്ലായിരുന്നു. उस समय लाबान जो उसका ससुर है वो वहां पर नहीं थे। ഞാൻ തിരിച്ചു വരുമ്പോൾ അവർ പോയിന്ന് തന്നെ മനസ്സിലായി. और लाबान जब अपने घर लौट कर आया तो समझ आ गया कि याकूब अपनी सारी आशीषों के साथ चला गया है। എന്നാൽ ലാബാൻ അവനെ നശിപ്പിക്കുവാൻ എടുക്കുമ്പോൾ मगर लाबान जब उसको मारने के लिए उसके विरोध में जब जा रहा था, അന്ന് രാത്രി ഗിലെയാദ് പർവ്വതത്തിൽ വെച്ച് ദൈവം ഇടപെട്ടു, യാക്കോബിനെതിരെ ഗുണമെങ്കിലും ദോഷമെങ്കിലും നീ ചെയ്യണ്ട. उस रात हालेलुया गिलाद के पर्वत पर परमेश्वर लाबान के सामने प्रकट हुआ और पर लाबान से कहा कि मेरे दास याकूब के विरुद्ध तू अच्छा हो बुरा हो कुछ भी मत करना। യാക്കോബിന് വേണ്ടി ദൈവം സംസാരിച്ചു. देखो याकूब के लिए वहां पर परमेश्वर ही बात कर रहे हैं। നീ ഗുണം ചെയ്യണ്ട, ദോഷവും ചെയ്യണ്ട, അവന്റെ ലൈഫിലേക്ക് നീ എത്തി നോക്കുക പോലും ചെയ്യണ്ട. परमेश्वर ने लाबान से कहा कि तू मेरे दास याकूब के जीवन में ना तो कुछ अच्छा कर ना ही बुरा कर, उसकी तरफ तू मुड़कर भी मत देख, ഞാൻ അവനെ അനുഗ്രഹിച്ചിരിക്കുകയാണ്. क्योंकि मैंने हालेलुया उसको आशीषित कर दिया है। ഒരു പർവ്വതത്തിൽ വെച്ച് സന്ധ്യ സംഭാഷണങ്ങൾ ചെയ്തു ഇരുവരും അവിടെ വെച്ച് പിരിയുന്നതായി ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു. और एक पर्वत के ऊपर हालेलुया दोनों के बीच एक अच्छी बातचीत होते हुए मेल मिलाप के साथ वो वापस लौटते हुए हम देख सकते हैं। രണ്ടുപേരും ചെയ്തത് നിയമം ഉണ്ടായിരുന്നു, അതെ, ഒരു കൽക്കുനി ഉണ്ടാക്കി ഇത് കടന്ന് ഞാൻ വരികയില്ല എന്നുള്ളതായിരുന്നു.
और दोनों लोगों के बीच में ऐसा नियम उन्होंने बनाया कि एक पत्थर उन्होंने रखा और बोला कि अब इसको आर पार करके हम नहीं आएंगे। മിസ്പ കാവൽ മാടമെന്ന് പറയുന്ന ആ കൽക്കൂന് കടന്ന് ഒരിക്കലും പിന്നെ യാക്കോബിനെ അറ്റാക്ക് ചെയ്യുവാൻ ലാബാൻ വന്നിട്ടില്ല. और मिस्पा जो उन्होंने वहां पर पत्थर का एक खंबा बना रखा था और उन्होंने तय किया कि अब इसको पार करके हम एक दूसरे को हालेलुया दूसरों के पास नहीं आएंगे। ഈ വർഷം തീരാൻ പോകുകയാണ്. 20 വർഷമായി നിന്നെ തകർത്ത ശക്തികളൊന്നും ഇനി നിന്നെ പിന്തുടരുവാൻ കർത്താവ് അനുവദിക്കുകയില്ല. हालेलुया देखो अनेक सालों से 20 साल बीत चुके हैं, अब 20 सालों का वो कोई भी अंधकार की शक्ति आपका पीछा नहीं कर सकती है। നിനക്കൊരു നന്മയുണ്ടാകാതെ അനുഗ്രഹമുണ്ടാകാതെ നിന്നെ പിന്തുടർന്ന വർഷങ്ങൾ പഴക്കമുള്ള അന്ധകാരങ്ങളെ എന്നേക്കുമായി സ്വർഗം പറഞ്ഞു വിടുന്ന ദിവസങ്ങൾ നിന്റെ മുമ്പിൽ വെളിപ്പെടാൻ പോകുകയാണ്. और काफी साल पुराने हालेलुया बातें होंगी, मगर उन सारे अंधकार की शक्तियों को परमेश्वर आपके जीवन से दूर करने जा रहा है। प्रियो വരിക, ഇനി വിശ്വസിക്കിനി അത് നിന്റെ പുറകെ വരികയില്ല. आप लोग विश्वास करें कि अब वो अंधकार की शक्तियां दोबारा आपके पीछे नहीं आएंगी। അങ്ങനെ പ്രവർത്തിക്കുന്ന ഒരു ദൈവ സാന്നിധ്യമുണ്ട്. इस प्रकार अद्भुत करने वाला परमेश्वर की एक उपस्थिति है। സാമ്പത്തിക ബുദ്ധിമുട്ടുകളും രോഗങ്ങളും പ്രയാസങ്ങളും നിന്റെ കുടുംബത്തിലേക്കോ നിന്റെ തലമുറയിലേക്കോ വരാത്ത നിലയിൽ എന്നേക്കുമായി സ്വർഗം അതിനെ നിന്റെ ജീവിതത്തിൽ നിന്നും പറഞ്ഞു വിടാൻ പോകുകയാണ്. और आर्थिक समस्याएं हालेलुया भौतिक विषय और काफी परेशानियां अब दोबारा आपके जीवन में नहीं आ सकती। हमेशा हमेशा के लिए परमेश्वर उन समस्याओं को आपके जीवन से दूर कर रहा है। വിവിധ ഭാവങ്ങളിൽ സ്വഭാവങ്ങളിൽ വെളിപ്പെടുന്ന പൈശാചിക മേഖലകളെ ദൈവാത്മാവ് ദിവസങ്ങൾ എന്നേക്കുമായി നിന്റെ ജീവിതത്തിൽ നിന്നും പറഞ്ഞു വിടും. अलग अलग स्वभावों में, अलग अलग रीति में, रूप में हालेलुया आपके विरुद्ध प्रकट होने वाली हर एक अंधकार की शक्तियों के कामों को परमेश्वर हमेशा के लिए आपके जीवन से दूर कर रहा है। പ്രവചന പുസ്തകങ്ങളിൽ ഒരു വാക്യമുണ്ട്, നെടുവീർപ്പുകളും ദുഃഖങ്ങളും നിന്നിൽ നിന്നും ഓടിപ്പോകും. भविष्यवाणी के पुस्तक में एक वचन इस प्रकार है कि हर एक दुख विलाप हालेलुया आपके जीवन से दूर हो जाएंगे। വിശ്വസിക്കുക, എന്നേക്കുമായി തിരിച്ചു വരാത്ത നിലകളിൽ ദൈവം ചിലതിനെ ശാസിക്കും. विश्वास करें कि हमेशा हमेशा के लिए आपके जीवन में दोबारा वो परेशानियां ना आ सके, उस प्रकार परमेश्वर आपके जीवन से उनको दूर कर देगा। ബൈബിളിൽ ഒരു വാക്യമുണ്ട്, പിന്നെ ബെൻഹദത്ത് ശമരിയിലേക്ക് വന്നിട്ടില്ല. और वचन में फिर इस प्रकार हम देखते हैं कि बेन्हेदेद फिर शामरी शहर में नहीं आया। ശമരിയെ പിടിക്കുവാൻ നശിപ്പിക്കുവാൻ വന്നൊരു രാജാവായിരുന്നു. പക്ഷെ എലീശയുടെ മേലുള്ള അഭിഷേക നിമിത്തം പിന്നെ ആ രാജാവ് പട്ടണത്തിലേക്ക് വന്നിട്ടില്ല. शामरी शहर को नाश करने के लिए आया हुआ एक राजा था, मगर एलीशा के ऊपर जो परमेश्वर का अभिषेक था, उस अभिषेक के द्वारा वो राजा दोबारा वहां पर नहीं आ पाया। എന്നേക്കുമായി കർത്താവ് നിന്റെ ജീവിതത്തിൽ അതിനെ പറഞ്ഞു വിടും. हमेशा हमेशा के लिए आपके जीवन से परमेश्वर उन परेशानियों को दूर कर देगा। 32 അധ്യായം പ്രഭാതത്തിൽ യാക്കോബ് എഴുന്നേറ്റ് തന്റെ ജീവിതത്തിന്റെ വഴിയിലേക്ക് തിരിയുന്ന ദിവസമായിരുന്നു. और 32वें अध्याय के पहले पद में हम देखते हैं याकूब सुबह सुबह उठा और अपने मार्ग हो लिया। അതാണ് 32 അധ്യായം. 32वें अध्याय में हम इन बातों को देखते हैं। താൻ തന്റെ ജീവിതത്തിന്റെ വഴിത്തിരിവുകൾ സംഭവിച്ച ദിവസമായിരുന്നു. और याकूब के जीवन का एक बहुत बड़ा टर्निंग पॉइंट, एक बड़ा मोड़ था। उसके जीवन में एक नया मार्ग उस दिन प्रकट हुआ। 20 വർഷങ്ങൾക്ക് ശേഷം പഴയ നാട്ടിലേക്ക് താൻ മടങ്ങി പോകുമ്പോൾ 20 सालों के बाद जब याकूब अपने देश की ओर वापस लौट रहा था, കൊല്ലുവാനിരുന്ന ജ്യേഷ്ഠനാകുന്ന ഏശാവ് തനിക്ക് അനുകൂലമായി മാറുന്നു. जब उसको मारने के लिए ताक में बैठा हुआ उसका बड़ा भाई एसाव, वो भी उसके अनुकूल हो गया। എവിടെയോ സാഹചര്യങ്ങളെല്ലാം അനുകൂലമായി മാറുന്ന പോലെ യാക്കോബിന് തോന്നുന്നു. याकूब को ऐसा लगने लगा कि परिस्थितियां अब मेरे अनुकूल हो रही है। ദൈവം നിന്നിൽ പ്രവർത്തിക്കുമ്പോൾ നിന്റെ സാഹചര്യങ്ങൾ നിനക്ക് പ്രതികൂലമല്ല, എല്ലാം ഒന്ന് അനുകൂലമായി മാറുന്ന പോലെ ദിവസങ്ങൾ സംഭവിക്കും. यस परमेश्वर जब आपके लिए अद्भुत कामों को करेंगे, परमेश्वर जब आपके लिए कामों को करने लगेंगे, तब आपके जीवन की हर एक प्रतिकूल अवस्थाएं अनुकूल होने लगेगी। കർത്താവിനോട് എന്തൊക്കെ മേഖല ഡിസോർഡർ ആയി കിടക്കുമ്പോൾ ഒന്നും നിന്റെ കൈകളിലേക്ക് എത്താതെ വണ്ണം എല്ലാം കൈവിട്ടു പോയെന്ന് തോന്നിയ സാഹചര്യങ്ങളെ മുഴുവൻ നിന്നിലേക്ക് സ്വർഗം അനുകൂലമായി എത്തിക്കാൻ പോകുകയാണ്. और आपके जीवन में जो कुछ डिसऑर्डर अव्यवस्थित रूप से पड़ा भी क्यों ना हो, मगर आपको लगे कि सब कुछ मेरे हाथ से छूट रहा है, मगर आप परमेश्वर के हाथों में समर्पित करें, सब कुछ परमेश्वर आपके अनुकूल करने जा रहा है। ഏശാവ് തന്നെ എതിരേൽക്കുമ്പോൾ അല്ലെങ്കിൽ യാക്കോബിനോട് സ്നേഹത്തോടു കൂടിയാണ് യാക്കോബിനെ എതിരേൽക്കുന്നത്. और एसाव जब याकूब के विरुद्ध जब आ रहा था, मगर बड़े प्रेम के साथ उसका सामना किया है करके वचन कहता है। ഏശാവ് പറയുന്ന ഒരു പേരുണ്ട്, നിങ്ങൾ എനിക്ക് മുമ്പായി പുറപ്പെടുക. एसाव इस प्रकार कहते हैं कि तुम मेरे आगे आगे चलो। യാക്കോബിന്റെ മറുപടി, കന്നുകാലികൾ കൂട്ടങ്ങളുണ്ട്, അവറ്റകളെ ഒരു ദിവസം വേഗത്തിലോടിച്ചാൽ അവറ്റകൾ മുഴുവനും നശിച്ചു പോകും. और याकूब ने इस प्रकार कहा कि मेरे साथ काफी भेड़ बकरियां गाय बैल है, अगर उनको बहुत तेजी से भगाएंगे तो वो जल्दी नाश हो जाएंगे। എന്തുകൊണ്ടാണ് യാക്കോബ് അങ്ങനെ പറഞ്ഞത്? याकूब ने ऐसा क्यों बोला? ഒരു വടിയുമായി യോർദാൻ കടന്നു വന്നവൻ 2 കൂട്ടമായി ദൈവനെ വർദ്ധിപ്പിച്ചു. देखो एक छड़ी लेकर हालेलुया या एक लाठी लेकर वो यर्दन पार करके आया था, अब 2 भागों में 2 दल में परमेश्वर ने उसको बढ़ा दिया, आशीषित कर दिया। സ്വന്തം നാട്ടിൽ നിന്ന് ഒളിച്ചോടിയവൻ ആ നാട്ടിലേക്ക് മടങ്ങി ചെല്ലുമ്പോൾ എന്റെ പക്കൽ ഒരു വലിയ കൂട്ടം ഉണ്ടായിരിക്കണം. देखो याकूब हालेलुया अकेले अपने देश से अपने गांव से अकेले भागकर निकला था, मगर जब वो वापस लौटा तो बहुत बड़ा एक झुंड उसके साथ है। ഞാനതിനെ വേഗത്തിലോടിച്ചാൽ അവറ്റകൾ മുഴുവനും നശിച്ചു പോകും. उसने बोला कि अगर मैं इसको जल्दी से इन गाय बैलों को भगाऊंगा तो वो जल्दी नाश हो जाएंगे.
യാക്കോബിന്റെ മറുപടി, ഞാൻ സാവധാനം വന്നുകൊള്ളാം. याकूब ने बोला कि मैं आराम से धीरे वहां पर आ जाऊंगा। നിങ്ങൾ ജീവിതത്തിന്റെ വഴിത്താരകളിലേക്ക് തിരിയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങൾ, जब आपके जीवन में आप नया मोड़ प्रभु आपको देता है, तब आपको किन किन बातों को ध्यान रखना है प्रियो। 20 വർഷം കഷ്ടപ്പെട്ടും കണ്ണീരൊഴുക്കും കഴിയുന്ന നന്മകളെ ഒറ്റ ദിവസം കൊണ്ട് ഓടിച്ചാൽ നശിച്ചു പോകുവാൻ സാധ്യതയുണ്ട്. देखो 20 साल जो आपने आंसू बहाकर मेहनत करके जिन आशीषों को कमाया है, पाया है, यदि एक ही दिन में अगर उसको दौड़ाने लगोगे तो सब कुछ नाश हो सकता है। ഒന്നുമില്ലാത്ത സാഹചര്യത്തിൽ ദൈവം കരുണ തോന്നി തന്ന നല്ല ആ വലിയ കൂട്ടങ്ങൾ ഒരുപക്ഷെ വേഗത്തിൽ ഓടിച്ചാൽ ഒറ്റ ദിവസങ്ങൾ കൊണ്ട് എല്ലാം നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. परमेश्वर ने जो आप पर दया करके, आप पर करुणा करके जो आशीष अनुग्रह आपको दी है, एक ही दिन में अगर आप उसको दौड़ाने की कोशिश करोगे तो हो सकता है वो जल्दी खत्म हो जाए। അതുകൊണ്ട് ഞാൻ സാവധാനം വന്നുകൊള്ളാം. इसलिए याकूब ने कहा कि मैं आराम से आऊंगा। നിങ്ങൾ കഷ്ടപ്പെട്ടും പ്രാർത്ഥിച്ച് ഊസിച്ച് നേടിയെടുത്ത ദൈവകൃപകൾ ഒറ്റ ദിവസങ്ങൾ കൊണ്ട്, ഒറ്റ സെക്കൻഡുകൾ കൊണ്ട് ഓടിച്ചതിനെ നശിപ്പിക്കരുത്. परमेश्वर के प्रियो, अनेक समय में हालेलुया आपने उपवास करके, प्रार्थना करके जिन आशीषों को, जिन वरदानों को आपने पाया है, एक ही दिन में उसको खत्म ना करे। ഒരുപക്ഷെ നിങ്ങൾ വർഷങ്ങൾ കൊണ്ട് നേടിയെടുത്ത സാമ്പത്തിക നന്മകൾ, അനുഗ്രഹങ്ങളൊക്കെ ആയിരിക്കാം. हो सकता है സെക്കൻഡുകൾ കൊണ്ട്, ഒരു 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 മനസ്സിനകത്ത് കയറിയ ചിന്തകൾ കൊണ്ട് ഒരുപക്ഷെ ലക്ഷങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. हालेलुया अनेक लोगों को मैंने ऐसे भी देखा है जिन्होंने काफी सालों मेहनत करके काफी पैसे कमाए हैं, मगर एक ही पल में हालेलुया इधर उधर पैसा लगाकर वो खत्म कर देते हैं अपने जीवन के आशीषों को। ജീവിതത്തിൽ ഏതു നന്മയുമാകട്ടെ വേഗത്തിൽ ഓടിച്ച് നശിപ്പിക്കരുത്, ശാന്തമാകുക. जीवन के कोई भी आशीष, कोई भी भलाइया क्यों ना हो, एकदम से खत्म ना करे। हालेलुया शांत होकर आप अपने कामों को करें, കാരണം നിന്റെ ജീവിതത്തിന്റെ വഴികളിലേക്ക് തിരിഞ്ഞിരിക്കുകയാണ്. क्योंकि आप अपने आशीषों के मार्ग की ओर मुड़ चुके हो। പഴയ ദേശത്തിലേക്ക് താൻ മടങ്ങി ചെല്ലുമ്പോൾ അനുഗ്രഹിച്ച് അപ്പന്റെ അരികിൽ താൻ എത്തുമ്പോൾ അനുഗ്രഹിക്കപ്പെട്ട വ്യക്തിയായി താൻ മാറിയിരിക്കും. याकूब जब हालेलुया जो अपने देश में से आशीष पाकर निकला था, हालेलुया पिता के आशीष को पाकर निकला था, दोबारा वापस जब वो लौटा अपने पिता के पास तो काफी धन संपत्ति उसके पास थी। വിശ്വസിക്കുക, നിങ്ങളുടെ ജീവിതത്തിന്റെ വഴിത്തിരിവുകൾ സംഭവിക്കാൻ പോകുകയാണ്. आप लोग विश्वास करें, आपके जीवन का भी वो मोड़, नया मार्ग आपके सामने प्रकट होने पर है। നിങ്ങളുടെ ശുശ്രൂഷകളുടെ വഴിത്തിരിവുകൾ സംഭവിക്കുവാൻ പോകുകയാണ്. आपकी सेवकाइयों का नया मार्ग आपके सामने प्रकट होने पर है। 32 അധ്യായം നിന്നോടുള്ള ശബ്ദമായി സ്വീകരിക്കുക. 32वां अध्याय आपके लिए एक वाणी के समान, आप उन वचनों को स्वीकार करें। യാക്കോബിനൊരു വഴിത്തിരിവ് സംഭവിച്ചതുപോലെ याकूब ने जिस प्रकार अपना मार्ग लिया, उसके जीवन में नया मोड़ जैसे प्रकट हुआ। ഈ ആണ്ട് അവസാനിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ആരോടൊക്കെയോ പ്രവചിക്കുന്നു. यह साल समाप्त होने पर जब है, परमेश्वर की आत्मा कुछ लोगों से भविष्यवाणी कर रही है। ഈ വഴിത്തിരിവുകളുടെ ദിവസങ്ങളാക്കി ദൈവം മാറ്റാൻ പോകുകയാണ്. आने वाले समय में परमेश्वर आपके जीवन में नया मोड़, नया मार्ग तैयार करने जा रहा है। നിന്റെ ജീവിതത്തിന്റെ ശുശ്രൂഷകളുടെ വഴികളിലേക്ക് തിരിയേണ്ടുന്ന സമയമായിരിക്കുന്നു. आपकी सेवकाइयों की ओर मुड़ने का समय अब आ चुका है। അതിനായി പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് നിയോഗം പകരട്ടെ, ഒരുക്കുമാറാകട്ടെ. उसके लिए परमेश्वर की आत्मा आपको अगुवाइयां दे, पवित्र आत्मा सहायता करे। ആമേൻ, ആമേൻ.